വർമ്മയെ കൊല ചെയ്തെന്ന ഇപ്പോഴും മനസ്സിലാകാത്തത്. ഞാൻ ചോദിച്ചു. എന്തു പറഞ്ഞു? അത് നിങ്ങൾ അന്വേഷിക്കണ്ടെന്ന് പറഞ്ഞ് ഒഴിയുകയായിരുന്നു. എന്തോ കുറച്ച് ക്യാഷ് അയാളെ കൈപ്പെട്ടിട്ടുണ്ടെന്ന് തോന്നുന്നു. ഒരിക്കലും അങ്ങനെ സംസാരിക്കുന്ന പോലെ തോന്നിയിട്ടുണ്ട്. ഇതയാൾ ആദ്യത്തെ അറ്റംപ്റ്റ് ആയിരിക്കില്ല. ഏതായാലും ഒരു കാര്യം സത്യമാണ്, ഹീസ് എ ബോൺ ക്രിമിനൽ. അല്ലെങ്കിൽ ഒരു കൊലപാതകം ചെയ്തിട്ട് ഇത്ര ഈസി ആയിട്ട് നടക്കില്ല. എനിക്ക് കുഞ്ഞിന്റെ കാര്യത്തിലെ ഭയം. ശ്രീദേവി വിഷമിക്കണ്ട. കുഞ്ഞിനെ അവിടെ നിന്ന് രക്ഷപ്പെടുത്തിയ പിന്നെ അയാൾ എന്ത് ചെയ്യും? അടുത്ത പ്രാവശ്യം ഞാനവിടെ ചെന്നാൽ തിരികെ പോരുമ്പോ കുഞ്ഞ് എന്റെ കയ്യിലിരിക്കും. പിന്നെ വളരെ സൂക്ഷിക്കണം. കാരണം ആ കോമ്പൗണ്ടിൽ അയാളുടെ ആളുകൾ പല സ്ഥലത്തും പതുങ്ങി നിൽക്കാറുണ്ട്. ഞാൻ കണ്ടിട്ടുള്ളതാ. ഏതായാലും ഞാൻ പോട്ടെ. ശരി, വരുന്നാരും കണ്ടില്ലല്ലോ? ഇല്ല. എങ്കിൽ വേഗം പോയിക്കോളൂ. ഞാൻ വിളിക്കാം. എന്താ ഇവിടെ ആരുമില്ലേ? എന്ത് വേണം? അല്ല, ബെല്ലടിച്ചിട്ട് ആരെയും കണ്ടില്ല. ആരെ കാണേണ്ടത്? ഡോക്ടർ തോമസ് കുര്യന്റെ വീടല്ലേ? ഓ, അതിതല്ല. ഡോക്ടർ വീട് ഇതിൽ നേരെ നടക്കുമ്പോ റൈറ്റ് സൈഡിൽ ഒരു ലേക്ക് കാണുന്നില്ലേ? ആ ലേക്കിന്റെ കരയിൽ ഒറ്റയ്ക്ക് കാണുന്ന വീടാ. താങ്ക് യു സർ. ഇറ്റ്സ് ഓൾ റൈറ്റ്. എന്താ ജഗദീഷ്? ഫാക്ടറിയിലെ കുറച്ച് അക്കൗണ്ട്സ് നോക്കാനുണ്ടായിരുന്നു. ഞാൻ പിന്നെ നോക്കാം. എന്നാ ഞാൻ കോട്ടേഴ്സിലേക്ക് വിൽക്കട്ടെ? വേറൊന്നുമില്ലോ? ഇല്ല. അയച്ചി വിളിച്ചിരുന്നോ? പലരും ദുർവ്യാഖ്യാനം ചെയ്യാൻ ശ്രമിക്കുന്നുണ്ട്. ആളുകൾ അങ്ങനെ പലതും പറയും. സത്യം നമുക്കല്ലേ അറിയൂ. Come on, get up. ഭയപ്പെടണ്ട. ഞാൻ നിങ്ങളെ ഉപദ്രവിക്കാൻ വന്നല്ല, കാണാൻ വന്നത്. വളരെ നേരമായി ഞാൻ നിങ്ങളെ കാത്തിരിക്കുകയാണ്. നിങ്ങൾ ആരാണ്? പറയാം. എന്റെ പേര് റോബർട്ട്. ഞാൻ ശ്രീദേവി അന്വേഷിച്ചു വന്നാണ്. എന്തിന്? സുഹിക്കാൻ. ഞാൻ ആരാണെന്ന് നിങ്ങൾക്കറിയാമോ? വർമ്മയുടെ മരണം ഒരാത്മഹത്യയാണെന്ന് നിങ്ങൾ കരുതുന്നുണ്ടോ? മനസ്സിലായില്ല. വിവാഹത്തിന് മുമ്പ് ശ്രീദേവി ഗർഭിണിയായിരുന്നു എന്നുള്ള വിവരം നിങ്ങൾക്കറിയാമോ? ഇല്ല.
അവളുടെ കള്ളക്കാമുകൻ ആരായിരുന്നുവെന്ന് നിങ്ങൾക്കറിയാമോ? ഇല്ല. വിനോദ് എന്നെ വെട്ടിയതിനാണ് ജയിലിൽ പോയത്. തിരിച്ചവൻ ജയിലിൽ നിന്നും അവന്റെ വീട്ടിലേക്ക് വരുമെന്ന് കരുതി ഞാൻ കാത്തിരുന്നു. പക്ഷേ അവൻ അങ്ങോട്ട് വന്നില്ല. വന്നിരുന്നെങ്കിൽ വർമ്മ മുതലാളി മരിക്കില്ലായിരുന്നു. അതിനു മുമ്പേ അവനെ ഞാൻ വകവരുത്തിയേനെ. അവൻ നേരെ വന്നത് ഇങ്ങോട്ടാണ്, ശ്രീദേവിയുടെ നിർദ്ദേശം അനുസരിച്ച്. ഒരാഴ്ചയായി അവൻ വന്നിട്ട്. അതിനുള്ളിൽ അവർ രണ്ടുപേരും ചേർന്നാണ് ഈ കൊലപാതകത്തിന്റെ മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയതും മുതലാളിയെ കൊന്നതും. എനിക്കൊന്നും വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഞാനത് തെളിയിച്ചുതരാം. രാജപ്പ, രാജപ്പ, എന്തോ ഇവിടെ വാ. എന്താ സാർ? പോലീസിന്റെ അടുത്ത് ഒരു കാര്യം ചോദിച്ചു, അതേക്കുറിച്ച് അറിയാനാ. എന്താ സാർ? ഒരു ചെറുപ്പക്കാരൻ കൊച്ചമ്മ അന്വേഷിച്ച് ബംഗ്ലാവിൽ വരാറുണ്ടായിരുന്നു. ചെറുപ്പക്കാരനോ? അതെ, മോഡേൺ ഡ്രസ് ഇട്ട് വെളുത്ത് അല്പം പൊക്കം കൂടിയ ആള്. ഉവ്വ സാർ, 1-2 പ്രാവശ്യം കൊച്ചമ്മയെ അന്വേഷിച്ചു വന്നിരുന്നു. എന്തിനാ? ഉം. എന്തൊരു കുളിച്ച നിർത്ത്, വണ്ടി നിർത്തിക്ക്. മിസ്റ്റർ ജഗദീഷ്, ആ ടെലിഫോൺ ബൂത്തിൽ കയറി നിന്ന് സംസാരിക്കുന്നവനാണ് കക്ഷി. തീർച്ചയായും അവൻ ശ്രീദേവിക്ക് ഫോൺ ചെയ്യായിരിക്കും. വേണമെങ്കിൽ വീട്ടിലേക്കൊന്ന് ഫോൺ ചെയ്ത് നോക്കൂ. ഒന്ന് ഫോൺ ചെയ്തോ. എൻഗേജ്ഡ് ആണല്ലോ. ഇനി ഒന്ന് ഡയൽ ചെയ്ത് നോക്കൂ, കിട്ടും. ഹലോ, ഓഹോ, ഇതൊരു പുതിയ മൂവ്മെന്റ് ആണല്ലോ. അവൻ ജയിലിൽ നിന്ന് ഇറങ്ങിയിട്ട് ഒരാഴ്ചയായുള്ളൂ സാർ. ആട്ടെ, നിങ്ങൾ പെറ്റീഷൻ കൊടുത്തോ? ഇല്ല സർ. കൊടുക്കണം, ഉടൻ തന്നെ കൊടുക്കണം. ശരി സർ. ഓക്കെ. മിസ്റ്റർ വിനയചന്ദ്രൻ, തെളിവുകൾ നഷ്ടപ്പെടുന്നതിന് മുമ്പ് നമുക്ക് ഈ ഫയൽ ഒന്ന് റീഓപ്പൺ ചെയ്താൽ എന്താ? സാർ, ബോഡി ബേൺ ചെയ്തതാണല്ലോ. യെസ്, ദാറ്റ് ഇസ് കറക്റ്റ്. അപ്പോൾ നിങ്ങൾ തമ്മിൽ ഒരു പ്രശ്നവും അതിനെക്കുറിച്ച് ഉണ്ടായിരുന്നില്ല എന്നാണോ മിസ്സിസ് വർമ്മ പറഞ്ഞു വരുന്നത്? അതെ. പ്രോപ്പർട്ടീസ് പലതും നിങ്ങളുടെ പേരിലാക്കാൻ നിർബന്ധിച്ചതിന്റെ കാരണം? ഞാൻ നിർബന്ധിച്ചതല്ല, പുള്ളി സ്വമനസാല ചെയ്തതാണ്. നിങ്ങളുടെ നിർബന്ധം കൊണ്ടാണെന്നാണല്ലോ ജഗദീഷ് പറഞ്ഞത്. ജഗദീഷ് അങ്ങനെ പറയില്ല. കാരണം? അയാൾ വിശ്വസ്തനാണ്. ആർക്ക്? നിങ്ങൾക്കോ അതോ മിസ് വർമ്മയ്ക്കോ? ഞങ്ങൾ രണ്ടുപേർക്കും. മിസ്റ്റർ വിനോദിനെ നിങ്ങൾക്കറിയാമോ? മിസ്റ്റർ വിനോദിനെ നിങ്ങൾ അറിയുമോ എന്ന്? ഏത് വിനോദ്? ഏത് വിനോദിനെ അറിയാം? എനിക്കറിയില്ല. ഒരു വിനോദിനെ അറിയില്ലേ? ഇല്ല. ഈ ഫോട്ടോ ശ്രീദേവിയുടേതാണ്. അതെ. ഈ അടുത്ത് നിൽക്കുന്ന ആരാ? മിസ്സിസ് വർമ്മ, റിലാക്സ്, റിലാക്സ്.